അപകടങ്ങൾ തുടർക്കഥയായി മാറിയ ചെർപ്പളശ്ശേരി കച്ചേരിക്കുന്ന് ജംഗ്ഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ റിഫ്ലക്ടർ സ്റ്റഡുകൾ സ്ഥാപിച്ചു. വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാനാണ് സംവിധാനമൊരുക്കിയത്. അപകടങ്ങൾ പതിവായതോടെ വിഷയത്തിൽ സമരങ്ങൾ നടത്താനിരിക്കെയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടിയെന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ വി സമീജ് പറഞ്ഞു. വിഷയം ചൂണ്ടിക്കാട്ടി വൺ ന്യൂസും കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നവീകരണം പൂർത്തിയായതോടെ ചെർപ്പളശ്ശേരി കച്ചേരിക്കുന്ന് ജംഗ്ഷനിൽ ദിവസേന അപകടങ്ങൾ പതിവ് കാഴ്ചയാണ്. 2 റോഡുകൾ കൂടിച്ചേരുന്ന ഈ ഭാഗത്ത് പെട്ടെന്നുള്ള തിരിവും വലിയ ഇറക്കങ്ങളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പാതയുടെ നവീകരണം പൂർത്തിയാക്കിയതോടെ അപകട സാധ്യത മേഖലയായിട്ട് പോലും സുരക്ഷാ സംവിധാനങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമായി പറയുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന വാഹനങ്ങളുടെ അമിത വേഗതയും ചെർപ്പളശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പവും അപകടങ്ങൾക്കുള്ള കാരണമാണ്. ഈ വിഷയം മുൻനിർത്തി പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങവെയാണ് പൊതുമരാമത്ത് വകുപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ റിഫ്ലക്ടർ സ്റ്റഡുകൾ സ്ഥാപിച്ചത്. നിലവിലിപ്പോൾ എല്ലാവർക്കും അറിയുന്ന മുണ്ടൂർ തൂത KSTP റോഡ് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം റോഡിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നാഷണൽ ഹൈവേ ആയിട്ടുള്ള സൗകര്യത്തോടുകൂടി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് പ്രായോഗികമായി വന്നപ്പോൾ വലിയ രീതിയിൽ പെരിന്തൽമണ്ണയിൽ നിന്നും കോഴിക്കോട്ടു നിന്നും മലപ്പുറം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനം വളരെ അമിത വേഗതയിലാണ് ഇവിടെ കച്ചേരിക്കുന്ന് പള്ളിയുടെ പരിസരത്ത് പാസ് ചെയ്ത് നേരെ പാലക്കാട്ടേക്ക് പോകുന്നത്. നേരെ സ്വാഭാവികമായിട്ടും ചെർപ്പളശ്ശേരിയിലേക്ക് ഒരു ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്ന വാഹനങ്ങളെങ്കിൽ അവർക്ക് ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് ഉള്ള റോഡിനെ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിൽ ഹൈഡ് ചെയ്ത് പോകുന്ന സ്ഥിതിയാണ്. അപ്പോൾ ചെർപ്പളശ്ശേരിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്കോ അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തേക്കോ പോകുന്ന വാഹനങ്ങൾ ഈ പെരിന്തൽമണ്ണ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നേരെ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കാണാത്ത രീതിയിൽ പെട്ടെന്ന് ആക്സിഡൻറ്റ് ഉണ്ടാകാനാണ് ഇവിടെ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നൊരു സ്വഭാവമുള്ളത്. നേരെ അതുപോലെ തന്നെ ചരക്ക് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ കോഴിക്കോട്ടേക്ക് പോകാൻ, പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ വളവുകൾ കുറവുള്ള ഒരു റോഡാണ് ചെർപ്പളശ്ശേരി വഴി കോഴിക്കോട്ടേക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ പാലക്കാട്ടേക്ക് രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ടുള്ള ചരക്ക് വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നൊരു സ്ഥിതി, ഗൂഡ്സ് വെഹിക്കിൾ ഇതിലൂടെ പോകുന്നൊരു സ്ഥിതിയുണ്ട്. അതും വലിയ രീതിയിൽ രാത്രി സമയങ്ങളിൽ അപകടം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയോട് ഈ വിഷയം പറയുകയും അദ്ദേഹം ഈ പരിസരം വന്ന് സന്ദർശിക്കുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ KSTP തിരുവനന്തപുരത്തുള്ള ഓഫീസിലേക്ക് കത്തയക്കുകയും ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവസാനമായി അന്തിമ ശ്രമം എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പ്രദേശത്തെ ആളുകളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റോഡ് ഉൾപ്പെടെ ഞങ്ങൾ ഉപരോധിക്കാൻ പോവുകയാണ് എന്നുള്ള വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് കടക്കുന്നതിൻ്റെ രീതിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയത്. ആ സമയത്ത് വേണ്ട രീതിയിലുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ KSTP എയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലിക ഒരു ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഒന്നാം ഘട്ട പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് ഈ റോഡിൽ ഇപ്പോൾ സ്റ്റഡ് ഇടുന്ന പ്രവൃത്തിയിലേക്ക് KSTP തയ്യാറായിട്ടുള്ളത്. 2 ഭാഗങ്ങളിലായി ഏകദേശം 5 ലൈനോളം വരുന്ന ഭാഗങ്ങളിലേക്ക് ഇടത് ഭാഗത്തെ ട്രാക്ക് വരുന്ന പെരിന്തൽമണ്ണ ഭാഗത്ത് വരുന്ന വാഹനങ്ങളെ സ്പീഡ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് പള്ളിയുടെ ജംഗ്ഷൻ എത്തുമ്പോഴേക്കും സ്പീഡ് കുറക്കാൻ വേണ്ടിയുള്ള റോഡിൽ ഇപ്പോൾ ഒരു സ്റ്റഡ് ഇടുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിൽ ഇത് സക്സസ് ആവുമെന്ന് നമുക്ക് പരിപൂർണമായിട്ട് പറയാൻ കഴിയില്ല. എന്തായാലും ഒന്നാം ഘട്ട ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രായോഗികമായിട്ട് ഇതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ഇതിനെങ്ങനെ ഇവിടുത്തെ അപകട സാധ്യത കുറക്കാൻ കഴിയുമെന്നുള്ള ചർച്ചയിലേക്ക് പോകാം എന്നുള്ളതാണ് KSTP നൽകിയിട്ടുള്ള ഉറപ്പ്. അപ്പോൾ ആ ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഒന്നാം ഘട്ട പ്രവൃത്തി നടക്കുന്നത്. നമുക്ക് നോക്കാം. അതിനുശേഷം ചെർപ്പളശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ ബ്ലിങ്കറുകൾ സ്ഥാപിക്കുന്നുണ്ട്. ചെർപ്പളശ്ശേരി നഗരസഭയിൽ തന്നെ ഏകദേശം 50-ലധികം വരുന്ന സ്പോട്ടുകളിൽ നമ്മൾ സിഗ്നലുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാപിക്കുകയും ചെയ്യും. കച്ചേരിക്കുന്ന് ജുമാ മസ്ജിദിന് മുൻപിൽ 2 ഭാഗങ്ങളിലായി 5 നിരകളിലായാണ് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ സംവിധാനമൊരുക്കിയത്. സ്ഥിരം അപകട മേഖലയായ ഈ ഭാഗത്ത് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാനാണ് നഗരസഭയുടെ നീക്കം. ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും.
വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.